ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ദൈവാധീനം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. 12-ാം ഇടത്ത് നിന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി രാശിയിലേക്ക് വരികയും ആ 12-ാം ഇടത്ത് നിന്ന വ്യാഴം ശനിയുടെ ബന്ധത്തിലായതിനാൽ വളരെയധികം ദോഷങ്ങൾ ഈ ഇടവം രാശിക്കാർക്ക് സൂചകമാണ്. അതെല്ലാം മാറി ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കും. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടൻ രാശിയിൽ ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് വരുമ്പോൾ പല കാര്യങ്ങൾക്കും അത് വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും നല്ല അനുഭവങ്ങൾ. വ്യാഴം ഇടവത്തിലും ശുക്രൻ, ബുധൻ, ആദിത്യൻ എന്നീ ഗ്രഹങ്ങൾ മിഥുനം രാശിയിലേക്ക് പകരുന്നുമുണ്ട്. കേതു കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഓരോ ഭാവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ദേഹസ്യ സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ്, യശസ്, സുഖം, വിജയം എന്നീ കാര്യങ്ങളെ എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമായ ലഗ്നരാശി, അതായത് മേടം രാശി, അതായത് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇടവക്കൂറിലാണ്. ഇടവക്കൂറുകാരായ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും പ്രവർത്തന രംഗത്ത് വിജയങ്ങളും തൊഴിൽ വിജയങ്ങളും സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കും. ഇന്നലെ വരെ കണ്ടാൽ മിണ്ടാത്ത സുഹൃത്തുക്കൾ ഇന്ന് വളരെ ലോഹ്യമായിട്ട് പരിചയപ്പെടുവാനും അടുക്കുവാനും തുടങ്ങുന്ന ഒരു സമയമാണ്. അത് 1 വർഷത്തേന്. അത് ഈ ജൂൺ മാസം വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിജയിക്കുവാനാവും. സംസാരത്തിൽ ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സംസാരിക്കുകയും കാര്യഗൗരവമായ കാര്യങ്ങൾ ചിന്തിച്ച് ഉറപ്പിച്ച് ഇടപാടുകൾ നടത്തുകയും, അതായത് എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവയ്ക്കുകയും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ കൃത്യനിഷ്ഠയും സത്യസന്ധത പാലിക്കുവാനും ഒക്കെ സാധിക്കും. കിട്ടാനുള്ള തുക കിട്ടുവാനും കൊടുക്കാനുള്ള തുക വാക്ക് പറഞ്ഞ് കൊടുക്കുവാനും സാധിക്കും. അതിന് സുഹൃത്തുക്കളോ സഹോദരസ്ഥാനീയരോ സഹായത്തിന് വന്നു ചേരും. പ്രത്യേകിച്ച് അധികാരത്തിൽ ഉള്ള ചില ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ലോൺ കിട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സബ്സിഡി ലോണിന് ലഭിക്കുകയോ അങ്ങനെ നിരവധി അനവധി ഓഫറുകൾ വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. ഈ ജൂൺ മാസത്തിൽ ഇടവം രാശിക്കാർ ഗൃഹസംബന്ധമായിട്ടും പൊതുവെ നല്ല ഒരു മാസം. ഗൃഹത്തിൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാലസത വന്നുപെടാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കൊള്ളുകയറാത്ത പ്രണയം വന്നുപെട്ട് വിദ്യ ഉഴപ്പിപ്പോകുന്നതിനോ കുടുംബ ബന്ധങ്ങൾക്ക് അലോസരതകൾ ഉണ്ടാകുന്നതിന് യുവാക്കൾക്കും സൂചനയുള്ളതിനാൽ, പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കിംവദന്തികൾ മനസ്സറിയാത്ത കാര്യത്തിനായിരിക്കാം ചിലപ്പോൾ ശത്രുക്കൾ കാട്ടുതീ പോലെ പരത്തുന്നു. അത് ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായി.
ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. പഠിച്ച വിദ്യയ്ക്ക് മനസ്സിനിണങ്ങിയിരിക്കും. തൊഴിൽ രംഗത്തെ വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെയാണ് വിദേശത്ത് പോയിരിക്കുന്നവർ, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരോ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട വിദ്യകളൊക്കെ പഠിച്ച് ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ലഭിച്ചിട്ടുള്ളവർക്ക് നല്ല ഓഫർ വന്നു ചേരുന്നതിന് യോഗം. ജലരാശിയിൽ 11ാമടുത്ത് ഗമനാധിപനായ രാഹു സ്ഥിതി ചെയ്യുകയും സ്ഥാനഭ്രംശസ്ഥാനാധിപൻ അവിടെ ബലവാനായിട്ട് നിൽക്കുന്നു. കൂടാതെ 9ാം ഭാവാധിപന്റെ സ്ഥിതി കൊണ്ടും 5ാം ഭാവാധിപന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ ഈ ഒരു മാസം, ജൂൺ മാസം, ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്നതിനുള്ള യോഗം ഉണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മാറകാട്, കോട്ടയം. ഞാനീ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നതിന് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചുകൊണ്ട് ജാതകം തയ്യാർ ചെയ്ത് നോക്കണം. അതിന് ഗ്രഹനിലയൊക്കെ തയ്യാർ ചെയ്ത് ഓൺലൈനായിട്ട് നോക്കുന്നതിനും നേരിട്ട് വരുന്നതിനുമൊക്കെ അവസരമുണ്ട്. അവസരങ്ങൾ വിനിയോഗിക്കുക. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.